എനിക്ക് എന്താ എന്ന് ചോദിക്കുന്നതാണ് അതിൻ്റെ ഉത്തരം എന്ന് ഞാൻ കരുതുന്നു. കാരണം എല്ലാ രീതിയിലും കവിത എനിക്ക് എല്ലാമാണ്. വളരെ ചെറിയ പ്രായത്തിൽ തൊട്ട്, അതായത് UP സ്കൂൾ കാലഘട്ടം തൊട്ട് കവിത ചെറിയ രീതിയിൽ എഴുതി തുടങ്ങിയ ഒരാളാണ്. ഒരുപാട് പോരായ്മകൾ, അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞ് തന്ന് അധ്യാപകരൊക്കെ വളരെ സ്നേഹത്തോടെ ഒപ്പം നിന്ന് എഴുതുന്ന ഓരോ വരികളും അതങ്ങനെയാണ് ഇങ്ങനെയാണ് വേണ്ടത്, അത് ആശയത്തെ ആവിഷ്കരിക്കുമ്പോൾ അത് ഇന്ന രീതിയിലാവണം എന്നൊക്കെ വളരെ സ്നേഹത്തോടെ അധ്യാപകർ, വീട്ടിലുള്ളവർ, സഹോദരങ്ങൾ, അച്ഛനും അമ്മയും എല്ലാവരും വളരെ പ്രോത്സാഹനം തന്ന് പറഞ്ഞ് തിരുത്തി തന്ന് ഒപ്പം നിൽക്കുമായിരുന്നു. വലിയ സ്നേഹമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കവിത എല്ലാ രീതിയിലും നമ്മൾ എപ്പോഴും ഒപ്പം കൊണ്ടു നടക്കുന്ന ഒന്നാണ്. ചിലപ്പോൾ പ്രണയമായും, മറ്റു ചിലപ്പോൾ പ്രകൃതിയായും, പിന്നെ ചിലപ്പോൾ പ്രതികരണമായും, പ്രതിഷേധമായും, പ്രതിബദ്ധതയായും ഒക്കെ കവിത ഒപ്പം കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു പ്രത്യേക ഒരു ആശയം അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രണയം മാത്രമാകണം, അല്ലെങ്കിൽ ഇന്ന വിഷയം മാത്രമാകണം, അങ്ങനെയൊന്നുമില്ല. ഏത് രീതിയിലാണോ കവിത നമ്മളിൽ ഓരോ സമയത്തും ഉണ്ടാവും, അതിനെ എല്ലാ രീതിയിലും ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാത്തരം കവിതകളും ഇഷ്ടമാണ്. പഴയ കവിതയും പുതിയ കവിതയും എല്ലാ കവിതകളെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ചെറിയ പ്രായത്തിൽ തൊട്ടേ വീട്ടിൽ എല്ലാവരും പുസ്തകങ്ങളൊക്കെ ലൈബ്രറിയിൽ നിന്നും ഒക്കെ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ വാങ്ങി തരുമായിരുന്നു. സഹോദരങ്ങളും അധ്യാപകരും ഒക്കെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തരുമായിരുന്നു. വായിക്കാൻ പുസ്തകങ്ങളോട് ഒരുപാട് ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതലേ. പിന്നെ സാർ ചോദിച്ച മറ്റൊരു ചോദ്യം, കവിതയെ പുതുകാലത്തിലെ കവിതയും മറ്റു പല കാവ്യാനുശീലന പാരമ്പര്യവും ഒക്കെ കവിതയെ എങ്ങനെ അതുമായിട്ട് ബന്ധപ്പെടുത്തുന്നു എന്നാണ്. നമുക്ക് മുമ്പേ കടന്നുപോയ കാവ്യവസന്തങ്ങളെ വായിക്കാൻ അന്നും ഇന്നും ഇഷ്ടമാണ്, വായിക്കാറുണ്ട്. ഏത് കവിത കയ്യിൽ കിട്ടിയാലും, കവിതയായാലും കഥയായാലും നോവലായാലും ഏത് സാഹിത്യ രൂപത്തെയും ഒരുപോലെ സ്നേഹത്തോടെ വായിക്കാൻ ഇഷ്ടമാണ്, ചൊല്ലാൻ ഇഷ്ടമാണ്. കവിത, കഥ എല്ലാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒന്നാണ്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നു. വായന തന്നെയാണ് എപ്പോഴും കവിതയെ നമുക്ക്, കവിതയും ഭാഷയെയും ഒക്കെ പുതുക്കി പണിയാൻ വായന ഏറ്റവും അത്യാവശ്യമാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ കവിതകൾ, ചെറുശ്ശേരി കവിതകൾ കുഞ്ചൻ നമ്പ്യാരെ വായിച്ചിട്ടുണ്ട്, ചെറുശ്ശേരി കവിതകൾ വായിച്ചിട്ടുണ്ട്. പിന്നെ ONV, ആശാൻ കൃതികൾ, ഉള്ളൂർ കവിതകൾ, അങ്ങനെ എല്ലാ കവിതകളും നേരത്തെ തൊട്ടേ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴും എല്ലാ കവിതകളെയും, പഴയ കവിതകളും വീണ്ടും എടുത്ത് വായിക്കാറുണ്ട്. പുതിയ കവിതകൾ, ഗ്രൂപ്പിൽ വരുന്ന കവിതകളെല്ലാം സമയം പോലെ വായിച്ചു നോക്കാറുണ്ട്. ചില കവിതകളൊക്കെ ഞാൻ ചൊല്ലിയിടാറുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം വായനയും ഈ കവിതയെ നമുക്ക് പുതുക്കി പണിയുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വായന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭാഷയെയും നമ്മൾ പുതുക്കേണ്ടതുണ്ട്. ചില കവിതകൾ നമുക്ക് എഴുതുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആ കവിത എഴുതി തീർക്കാൻ
തീർക്കാൻ നമുക്ക് വളരെ വേഗം സാധിക്കുമെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വരി ചിലപ്പോൾ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ ഒരു വാക്കിന് വേണ്ടി നമ്മൾ ഒരുപാട് തേടാറുണ്ട്. നമ്മളുടെ മനസ്സിൽ നമ്മളിങ്ങനെ ഒരുപാട് ആലോചിക്കാറുണ്ട്. അവിടെ ഏത് വാക്കായിരിക്കും ഏറ്റവും അനുയോജ്യമായ ആ കവിതയിൽ ചേർക്കാൻ ഏറ്റവും അനുയോജ്യമായ വാക്ക് കിട്ടുന്നത് വരെ നമ്മൾ മനസ്സിൽ ആ വാക്കിന് വേണ്ടി നമ്മൾ മനസ്സുകൊണ്ടൊരു അന്വേഷണം നമ്മൾ ഇങ്ങനെ തേടും. ആ വരിയിൽ ഏത് വാക്ക് ചേർത്ത് വെച്ചാലാണ് അതിനോട് ചേരുന്നതെന്ന് നമ്മൾ ഒരുപാട് നേരം ആലോചിക്കും. പെട്ടെന്നൊരു വാക്കെടുത്ത് ആ കവിത പൂർത്തിയാക്കി പോകാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും അതിന് ചേരുന്ന ഒരു വാക്ക് കിട്ടുന്നത് വരെ നമ്മൾ ഒരു ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസമോ ചിലപ്പോൾ ഒരു മാസമോ വരെ എടുക്കാറുണ്ട്. ചില കവിതകളിൽ വാക്കുകൾ അടുക്കി വയ്ക്കുന്ന ഒരു രീതി അതും ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പദങ്ങളെ തമ്മിൽ സംയോജിപ്പിക്കുന്നത്, ഏത് പദങ്ങളോട് ഏത് പദങ്ങൾ ചേർത്ത് വെച്ചാലാണ് അത് ഭംഗിയുള്ളത്, എന്നാൽ അതിൻ്റെ ആശയവും അർത്ഥവും മാറാതെ നമുക്കത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു കവിതയുടെ ശൈലി എന്ന് പറയുന്നത് ചില കവിതകളിൽ നമുക്കത് വായിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് മനസ്സിലാകുന്നതാണ്. ഏഴാഞ്ചേരി മാഷിന്റെ ഒരു കവിതയുണ്ട്, ആവണി സ്തവം എന്ന് പറഞ്ഞിട്ടുള്ള കവിത. അതിലെ വാക്കുകളെ അടുക്കി വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. ഇളമാനത്തിനണിവയറണിയും കാണാമറുകിനൊരുമ്മ കൊടുത്തു പുലമാടത്തെ കക്ക വിളക്കിന് ചീരാമച്ചൻ കവിത പകർന്നു എങ്ങട നേരുകളെങ്ങട തായ്മൊഴി ഞങ്ങൾ പുലർന്ന പുലങ്ങളിലെ ചിരിമങ്ങിയ ചിരുതകളെങ്ങ് ഇവിടെ ഈ കവിതയിൽ ഈ വാക്കുകൾ തമ്മിൽ ഇതിന് ആ ചേർത്ത് വച്ചിരിക്കുന്ന വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ, അതായത് അതിന് ചേരുന്ന വാക്കല്ലാതെ മറ്റൊരു വാക്കിനെ അവിടെ ചേർത്ത് വെക്കുമ്പോൾ ആ കവിതയിൽ നമുക്ക് പെട്ടെന്ന് ആ ഭംഗി വ്യത്യാസം മനസ്സിലാവും. അത്ര ചേർച്ചയോടെ വാക്കുകളെ ചേർത്ത് വെക്കാനായിട്ട് വായന നമ്മളെ